ഉത്തര മലബാറിന്റെ വിനോദസഞ്ചാര ഭൂപടം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചും സെന്റ് ആഞ്ചലോസ് കോട്ടയും പിന്നെ പൈതൽമലയും ഒക്കെയാണ്. എന്നാൽ അധികം ആരും അറിയാത്ത, എന്നാൽ ഒരിക്കൽ പോയവർ വീണ്ടും വീണ്ടും പോകാൻ കൊതിക്കുന്ന ഒരു സ്വർഗ്ഗമുണ്ട് കണ്ണൂരിൽ. അതാണ് കുട്ടിപ്പുല്ല്. കാടിന്റെ വന്യതയിലൂടെ ഒരു കിടിലൻ ഓഫ് റോഡ് യാത്രയ്ക്കൊടുവിൽ നമ്മൾ എത്തുന്നത് പ്രകൃതി ഒരുക്കിയ ഈ പച്ചപ്പിലേക്കാണ്. ഇവിടെ നിന്നുള്ള പൈതൽമലയുടെ അതിമനോഹര ദൃശ്യവും തഴുകിയെത്തുന്ന കുളിർക്കാറ്റും ആരുടെയും മനം നിറയ്ക്കും. കുറ്റിപ്പുല്ലിലേക്കുള്ള യാത്ര തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. കണ്ണൂർ നഗരത്തിന്റെ ചൂടിൽ നിന്നും തിരക്കുകളിൽ നിന്നും പതുക്കെ മലയോരത്തിന്റെ ശാന്തതയിലേക്ക് കടക്കുമ്പോൾ തന്നെ പ്രകൃതിയുടെ ഭാവമാറ്റം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആദ്യമേ തന്നെ എങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാമെന്ന് നോക്കാം. കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പ്, ചെമ്പേരി, കുടിയാൻമല, കനകക്കുന്ന് വഴി നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കനകക്കുന്നിൽ നിന്ന് നേരെ മേലോട്ടേക്കുള്ള റോഡിലാണ് നമുക്ക് കുറ്റിപ്പുല്ലിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ കനകക്കുന്നിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞൊരു 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പാലക്കയം എത്താൻ സാധിക്കുന്നതാണ്. കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ജംഗ്ഷൻ എത്തും. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് റോഡാണ്. ഈ റോഡിലൂടെ ഇതിന്റെ എൻഡ് നമുക്ക് കുറ്റിപ്പുല്ലിലേക്ക് എത്തുന്നതാണ്. കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ റോഡ് തീരും. പിന്നെ കുറച്ച് ഓഫ് റോഡാണ്, ഇങ്ങനെ മണ്ണും കല്ലൊക്കെ കിടക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ വണ്ടിയും കയറി വരുമോ എന്ന് അറിയത്തില്ല. നമ്മുടെ വണ്ടി രണ്ടും കയറി പോയായിരുന്നു. ബൈക്ക് കൊണ്ട് വരുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല, ബൈക്ക് സുഖമായിട്ട് കയറിപ്പോരും. ഇതാണ് നമ്മൾ പോകുന്ന വഴിക്കുള്ള ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് താഴേക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഞങ്ങൾ 2-3 തവണ ഇവിടെ കുറ്റിപ്പുല്ലിൽ പോയായിരുന്നു ഒരു വർക്കിന്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട്. അതിന് പിറ്റേ ദിവസം മഴയ്ക്ക് ശേഷം പോയപ്പോൾ അതേ പോയിന്റിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അവിടെ നിന്ന് നേരെ മേലേക്ക് കയറും. അവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന ഒരു റിസോർട്ടിലേക്കുള്ള വഴിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. ഇത് ഈ 2 ദിവസത്തെ ക്ലിപ്പിങ്ങിനെ ആഡ് ചെയ്തേക്കുന്ന അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ്. ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഞാൻ പല ഹിൽ സ്റ്റേഷനും പോയിട്ടുണ്ടെങ്കിലും തന്നെ ഈ കാപ്പിയും ഏലവും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെയാണ് കാണുന്നത്. ഓരോ കാലാവസ്ഥയിലും ഓരോ ഭംഗിയാണ് ഈ കുറ്റിപ്പുല്ല് കാണാൻ വേണ്ടി. തെളിഞ്ഞൊരു കാലാവസ്ഥയിൽ അതിൻ്റെ ഒരു വ്യൂവും ദൂരത്തേക്കുള്ള വ്യൂവും കാര്യങ്ങളും, അല്ലെങ്കിൽ മഴയ്ക്ക് ശേഷമാണെങ്കിൽ ആ കോടമഞ്ഞും കാര്യങ്ങളും എന്തുകൊണ്ടും വളരെ മനോഹരമാണ്. കുറ്റിപ്പുല്ല് നിങ്ങളൊരു ഡെസ്റ്റിനേഷൻ കണക്കാക്കി വരരുത്. നിങ്ങൾ ഈ വരുന്ന യാത്ര മൊത്തത്തിൽ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. താഴെ കോൺക്രീറ്റ് റോഡ് ആരംഭിക്കുന്ന അവിടെ നിന്നും ഏകദേശം ഒരു 1.8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കുറ്റിപ്പുല്ലിൻ്റെ ഒരു എൻഡ് വ്യൂ പോയിന്റിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ എന്തായാലും വണ്ടി ഇങ്ങോട്ട് കയറ്റില്ല, നമ്മൾ താഴെ തന്നെ വെക്കുകയാണ് ചെയ്തത്. കാരണം ആ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ടാറിങ് ഇല്ലാത്ത കുറച്ച് നല്ല കുഴിയും ചെളിയൊക്കെയുള്ള റോഡുണ്ട്. അതുകൊണ്ട് നമ്മൾ വണ്ടി കയറ്റിയില്ല. നമ്മൾ പിന്നെ മെല്ലെ ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങി. നമ്മൾ നടന്നു വരുന്ന വഴിയിൽ ചെറിയ അരുവികളൊക്കെ കാണാൻ സാധിക്കും. അതെല്ലാം ക്രോസ് ചെയ്ത് നമ്മൾ മേലോട്ടേക്ക് നടന്നു കഴിയുമ്പോൾ നമുക്ക് പൈതൽമലയുടെ ഒരു ലോങ് വ്യൂ അവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു മരം കാണും. ഇതാണ് ഫസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന സ്ഥലം. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ടൊക്കെ മെല്ലെ കയറിയാൽ മതി. ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ നേരം ഊഞ്ഞാലൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ പിന്നെ മെല്ലെ മേലോട്ട് കയറാൻ തുടങ്ങിയത്. എന്തായാലും ഇവിടുന്ന് കാണുന്ന ഒരു പൈതൽമലയുടെ ഒരു വ്യൂ അതിമനോഹരമാണ്. നമ്മൾ ബാക്കി സൈഡിൽ നിന്ന് കാണുന്ന ഒരു പൈതൽമല പോലെയല്ല, ഒരു ഡിഫറെൻറ്റ് വ്യൂ ആണ് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കാണുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പ്രത്യേകിച്ച് ഒരു എൻട്രി പോയിന്റോ ചെക്ക് പോയിന്റോ അങ്ങനെ ടൈമിങ്സോ ഒന്നും കൊടുത്തിട്ടില്ല. എന്നാലും നിങ്ങളുടെ സേഫ്റ്റി മുന്നിൽ കണ്ട് അങ്ങനെ യോജിച്ചൊരു സമയത്ത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങോട്ടേക്ക് വണ്ടി കൊണ്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ പെട്രോളോ ഡീസലോ അറ്റ്ലീസ്റ്റ് ഒരു ചെമ്പേരിയിൽ നിന്നെങ്കിലും പെട്രോളോ ഡീസലോ അടിച്ചിട്ട് വരാൻ ശ്രദ്ധിക്കുക. കാരണം ചെമ്പേരി കഴിഞ്ഞാൽ പിന്നെ കുടിയാമലയിലോ അവിടെ എവിടെയോ ഒരു പെട്രോൾ പമ്പ് ലഭ്യമല്ല. പിന്നെ എണ്ണ എന്തെങ്കിലും തീർന്നു പോയി കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ചെമ്പേരിയിൽ നിന്ന് തന്നെ വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ കനകക്കുന്നാണ് നമുക്കിവിടെ കണ്ടതിനകത്തൊരു ലാസ്റ്റ് ടൗണ്. എന്തെങ്കിലും ഭക്ഷണമോ വെള്ളമോ കാര്യങ്ങളോ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ അവിടുന്ന് മേടിച്ചിട്ട് മേലോട്ട് കയറാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങോട്ടേക്ക് നമുക്കൊന്നും കിട്ടുന്നതല്ല. പിന്നെ കനത്ത മഴയും ഇടിമിന്നലും ഉള്ള സമയങ്ങളിൽ ഇതുപോലെ തുറസായ സ്ഥലങ്ങളിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ നടന്നു ചെല്ലുന്നതാണ് കുറ്റിപ്പുല്ലിൻ്റെ ഒരു ലാസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇങ്ങോട്ടേക്ക് ഓഫ് റോഡ് വണ്ടിയെല്ലാം അവർ ഇവിടം വരെ കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയാണ്. നമുക്കിവിടെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് പോയത്. നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് ആ ഉള്ളൊരു മലയെന്നുള്ളൊരു വാട്ടർഫാൾസ് എല്ലാം കാണാൻ സാധിക്കും. നിങ്ങളുടെ വാഹനം ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം കൊണ്ടുവരിക. കാരണം ഞങ്ങൾ ഇറങ്ങുന്ന വഴിക്ക് വേറെ ഒരു വണ്ടി അവിടെ കുടുങ്ങി കിടക്കുന്നത് കണ്ടായിരുന്നു. നിങ്ങളുടെ വണ്ടി തന്നെ ഇവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ സഹായത്തിന് പിന്നെ താഴെ ഇറങ്ങി ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരേണ്ടതൊക്കെ ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ട്രാവൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നിടം വരെ ഗുഡ് ബൈ.